ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് നിതിൻ. എം ഷോയുടെ അടുത്തേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ്. നമ്മുടെ തേരൻ്റെ ഇവിടുത്തെ ആയിട്ട് വന്നേക്കാം കേട്ടോ, സ്റ്റിംഗ്ര ഫിഷിങ്. നമ്മൾ പണ്ട് കുറേ പിടിച്ചിരുന്നു, അതിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ വലിയ ലെങ്ത് ആയിട്ടുള്ളതാണ്, പക്ഷെ നമ്മളത് കട്ട് ചെയ്തിട്ട് ചെറുതാക്കി ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ നിങ്ങൾക്കും എളുപ്പമായി കാണാനും വെറുതെ ലാഗ് അടിപ്പിച്ച് കൊല്ലണില്ല. അപ്പോൾ ഞാൻ ഇൻട്രോ അടിച്ച് അതേപോലെ ഇൻട്രോ പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ, ഹാപ്പി ഫിഷിങ്. സൈസ് തന്നെയാണ് ആളുടെ കയ്യിലുള്ള കുറച്ചല്ല. ഗഫുണ്ട് നിർത്തോ. കുറച്ചധികം ആളുണ്ടായില്ല. കിട്ടില്ല, ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചോളൂ. ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചോളൂ. അടഞ്ഞിട്ടില്ലേ? ആ കുടിച്ചോ. പെരുകൂടം എന്താ
അപ്പോൾ വീഡിയോ കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു, വീഡിയോ ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതൊരു ഡേഞ്ചർ ആയിട്ടുള്ളൊരു മീനാട്ടോ. മീനുകളിൽ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മീനാണ് തെരണ്ടി എന്ന് പറഞ്ഞ സംഭവം. അപ്പോൾ അതിനെ പിടിക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് പിടിക്കുക. തുടക്കത്തിൽ ആരും എക്സ്പേർട്ട് ആവണില്ല, പിടിച്ച് തന്നെയാണ് എങ്ങനെ എക്സ്പേർട്ട് ആവണത്. അപ്പോൾ എല്ലാവരും മാക്സിമം ശ്രദ്ധിച്ച് പിടിക്കാൻ നോക്കുക. വേറെ ഒന്നുമല്ല, ഇതിൻ്റെ മുള്ള് കാര്യങ്ങളൊക്കെ ഭയങ്കര ഡേഞ്ചറസ് ആണ്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ഒടിച്ചു കഴിഞ്ഞാലും അത് അവിടെ ഇടാതെ ഒന്നെങ്കിൽ അത് കല്ലുകൾ കൊണ്ട് ചതച്ച് കളയാൻ നോക്കുക. അല്ലെങ്കിൽ വലിയ കല്ലുകളുടെ ഗ്യാപ്പുകളില്ലേ അതിലിടാൻ നോക്കുക. അത് ഭയങ്കര മണ്ടത്തരമാണ്. പക്ഷേ വെറുതെ വലിച്ചെറിയണൊക്കെ ഭേദം അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. അല്ലെങ്കിൽ നേരെ ഒരു കല്ലെടുത്ത് വേറെ കല്ല് വെച്ചിട്ട് ചതച്ച് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോക്കോടും. അപ്പോൾ അതൊക്കെ ചെയ്യുക. കാരണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുള്ള്, അതേപോലെ അതിൻ്റെ വാല് കാര്യങ്ങളൊക്കെ. അപ്പോൾ പിടിക്കുമ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ കണ്ട് പിടിക്കുക. അപ്പോൾ ഇതേപോലത്തെ അടിപൊളി വീഡിയോ ആയിട്ട് ഇനിയും വരും. അപ്പോൾ എല്ലാവർക്കും ബൈ.